സേമിയ ഉണ്ടെങ്കിൽ നമുക്ക് ഡിന്നർ പാർട്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ തയ്യാറാക്കാം. പിന്നെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ സ്പെഷ്യലായിട്ടും തയ്യാറാക്കാം. അതാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത. പിന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം വാരാനായിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റെയിനറിൽ വെക്കാം. അതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ, ഇത് മതിയാവും. പിന്നെ വേണ്ടത് 3/4 ടീസ്പൂണോളം ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒറിഗാനോ നമുക്ക് ഇതിലോട്ട് അത്യാവശ്യമാണ്, നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഒറിഗാനും അതേപോലെ ബേസിൽ ലീവ്സ് വേണം. അപ്പോൾ നമുക്ക് ഒറിഗാനോ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പനിക്കൂർക്ക ഇല ഉണ്ടെങ്കിൽ അതും, അതുപോലെ ബേസിൽ ലീവ്സിന് പകരമായിട്ട് തുളസി ഇലയും കൂടി ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യാനുസരിച്ച് ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുത്താൽ മതി. അത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പനിക്കൂർക്കയില ഉണക്കി പൊടിച്ചതാണ് ഈ ഒറിഗാനോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പിന്നെ സോയാ സോസ്, 1 ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഒരു മിനിമം, അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, 1 മണിക്കൂർ വരെ വെക്കുന്നത് നല്ലതാണ്. പക്ഷേ മിനിമം ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു റെഡ് സോസ് തയ്യാറാക്കണം. അപ്പോൾ ചിക്കൻ അവിടെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളക്കുന്ന വെള്ളത്തിലോട്ട് ഞാനൊരു 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം ഇതുപോലെ വേവിച്ച് ഇതിൻ്റെ തൊലി ഒന്ന് പൊട്ടുന്ന സമയം വരെ ഒന്ന് വേവിക്കട്ടോ. തൊലി പൊട്ടി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറ്റാം നമുക്ക്. അപ്പോൾ റെഡ് സോസിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പിന്നെ പാനിലാണോ നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഒരു പാൻ തന്നെ വെക്കട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇത് ഹോം മെയ്ഡ് ബട്ടറാണ് കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കട്ടോ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ബട്ടർ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ ഒരു മിനിമം ഒരു 2 ഗ്ലാസ് പാലെങ്കിലും ഒരു ദിവസം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബട്ടറും നെയ്യൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതും ഈസി ആയിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഇനി നമുക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ബട്ടർ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ബട്ടർ നല്ല ചൂടുള്ള പാനിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ബട്ടർ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് മെൽട്ടായിട്ട് വരും. ബട്ടർ നല്ലപോലെ മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-12 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോഴും ഫ്ലെയിം കൂട്ടാൻ പാടില്ല, ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. കാരണം വെളുത്തുള്ളിയും പെട്ടെന്ന് വേഗം കരിഞ്ഞു പോകും. കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. കാരണം ചിക്കൻ ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മിക്സ് ആയതിന് ശേഷം മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം അല്ലെങ്കിൽ ആ വെളുത്തുള്ളി കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. എന്നിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു 6-7 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി അടച്ച് വെക്കണ്ട, നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിന് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ സേമിയ വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ വെട്ടി തിളക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് സേമിയ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സേമിയ നല്ല കട്ടിയുള്ള സേമിയ ഇതുപോലത്തെ വാങ്ങാൻ കിട്ടും, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിൽ സ്പെഗറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം സേമിയ പോലെ തന്നെയാണ്, പക്ഷേ ഇത് ഇങ്ങനെ ന്യൂഡിൽസ് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടിക്കോളന്നില്ല. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതേ വണ്ണത്തിലുള്ള സേമിയ അവൈലബിൾ ആണ്. അപ്പോൾ സേമിയ വെച്ചിട്ട് ഇതുപോലെ ഉള്ള റെസിപ്പി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സേമിയ കിട്ടും, ഇതുപോലുള്ള വണ്ണുള്ള സേമിയ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ നമുക്ക് കട്ട് ചെയ്യുന്നു വേണ്ട, ഡയറക്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട. എന്നിട്ട് നമുക്കിതിങ്ങനെ അടിഭാഗം വേവുന്നതിനനുസരിച്ച് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങി കിടക്കും കേട്ടോ. അത്രമാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കാണ് വേണ്ടത്. ഇനി നമുക്കത് ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കരിയാതെ കിട്ടുക. അല്ലെങ്കിൽ നമ്മളെ ബട്ടറും അതുപോലെ തന്നെ നമ്മൾ ആ ഇട്ട വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോട്ടും. ഇനി നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതും അതുപോലെ തന്നെ ബട്ടർ നല്ലപോലെ ഒന്ന് മെൽട്ടാവട്ടെ.
അപ്പോൾ ഈ ഒരു ബട്ടർ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാനൊരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്ന് മെൽട്ടായി വന്ന സമയത്ത് ഒരു ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഐസായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മെൽറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നല്ലപോലെ മെൽട്ടായി വന്നതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ച വീണ്ടും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാനൊരു 12 അല്ലി വെളുത്തുള്ളിയാണെങ്കിൽ ഇപ്പോൾ ഒരു 20 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു സവാള, ഒരു വലിയ സവാളയാണ് കേട്ടോ, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ, ഇന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കട്ടോ. ഇതുപോലെ നേർമയായിട്ട് കട്ട് ചെയ്തത് നല്ല കൊത്തി അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തക്കാളി, അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തക്കാളി വേവിച്ച് അരച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല, നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കുറച്ച് കളറൊക്കെ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. ആ ഒരു മസാലയുടെ പച്ചമണവും അതുപോലെ തക്കാളി ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് വഴന്ന് വരണം. തക്കാളി നല്ലപോലെ ഒന്ന് വഴന്ന് വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് ഞാനിപ്പോൾ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അളവ് കുറക്കാം. അതല്ല സോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കുകയും ചെയ്യട്ടോ. അത് പ്രത്യേക ഒരു അളവൊന്നുമില്ല. ചിലർക്ക് ഇത് കഴിക്കുന്ന സമയത്തും സോസ് കൂട്ടിയിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സോസ് അതിന് ആഡ് ചെയ്താൽ പിന്നെ കഴിക്കുന്ന സമയത്ത് വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒറിഗാനിയും ബേസിൽ ലീവ്സും കൂടി കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എടുത്ത് വെച്ച പാൽപ്പാട ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതും ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി പാൽ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ പാൽപ്പാട നമ്മൾ എടുത്ത് വെക്കുമല്ലോ. ആ പാൽപ്പാട ഒന്ന് ഫ്രീസറിൽ നിന്ന് കുറച്ച് സമയം ഒരു മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചതിന് ശേഷം അതിൽ ഐസൊക്കെ നല്ല പോയതിന് ശേഷം നല്ല മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 100 ഗ്രാമോളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അളവ് പറയുകയാണെങ്കിൽ. എന്നിട്ട് ഇതുപോലെ ആവും, നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ലേശം മല്ലിയിലേക്ക് കൂടി ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ വെന്തതിന് ശേഷം സ്റ്റെയിനിലോട്ട് വെള്ളം വരാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിരിക്കും. കുറച്ചൊന്ന് മുകളിലോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം ശരിക്കും പോയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ സേമിയൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ ഈ മസാല എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. ഈ മൊസറല്ല ചീസ് നിങ്ങൾക്ക് ചേർത്താൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കൻ്റെ പകുതി മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചീസ് എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഈ ഒരു മൊസറല്ല ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3-4-5 മിനിറ്റ് വരെ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലായിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴാണോ സെർവ് ചെയ്യേണ്ടത് അപ്പോൾ മാത്രം ഇത് തുറന്നാൽ മതി. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കണം. എപ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഇതിൻ്റെ അടപ്പ് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ചീസും അതുപോലെ ക്യാപ്സിക്കും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓവൻ്റെ ട്രേ ഉണ്ടല്ലോ, ഗ്ലാസ് ട്രേ, അതിൽ വെച്ചിട്ട് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ ഒരു പാർട്ടിക്ക് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്തിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് ബേക്ക് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഈ പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്, ഓവനിലൊന്നും വെച്ചിട്ടില്ല. പാർട്ടി ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രഷിൽ ആ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. സേമിയ കിട്ടുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.